ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് എടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സോ നമ്മളിതിൽ നിങ്ങൾ നോക്കുക, പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഓഫ് എംബഡഡ് പ്രോഗ്രാമിംഗ്, ഫീച്ചേഴ്സ് ഓഫ് എംബഡഡ് C++ ആൻഡ് എംബഡഡ് ജാവ. സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ബേസിക്സ് ഓൺലി. സോ ബേസിക്സ് ഓൺലി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക്കാണ്. കാരണം പ്രോഗ്രാമിംഗ് വരുന്നില്ല. അപ്പോൾ എന്താണ് എംബഡഡ് എന്താണ് എംബഡഡ് C++, എന്താണ് എംബഡഡ് ജാവ, ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ് പറയാനുള്ളത്. ഫീച്ചേഴ്സ് മാത്രം, പ്രോഗ്രാമിംഗ് ഇല്ല, ബേസിക്സ് എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും. ആ ടെക്നിക്കൽ ടേംസ് നിങ്ങൾ പഠിക്കുക, വേറെ നിവർത്തില്ല. അപ്പോൾ നമ്മളിത് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കൊരു നീറ്റ് നോട്ട് തന്നാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. പ്രോഗ്രാമിംഗ് വരാത്തത് കൊണ്ടാണ്. പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഡെപ്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്ന്. ഓക്കെ, ഞാൻ ഒരു ക്ലിയർ ആയിട്ടുള്ള നോട്ട് തരാം. ആ നോട്ട് വെച്ച് നിങ്ങൾ പഠിക്കുക. നോട്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് 2 ടൈപ്പ് എംബഡഡ് ലാംഗ്വേജസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് എംബഡഡ് C++, ഒന്ന് എംബഡഡ് ജാവയും. ഇപ്പോൾ സിലബസിൽ തന്നെ പറയുന്നുണ്ട് ബേസിക്സ് ഓൺലി എന്ന്. സോ നമ്മൾ കുറേ ഡെപ്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടോപ്പിക്ക് പഠിക്കുന്നതിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇത് ഫുൾ പ്രോഗ്രാമിംഗ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലെ ടെക്നിക്കൽ ടേംസൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ടെക്നിക്കൽ ടേംസ് നിങ്ങൾ അതുപോലെ പഠിക്കുക എന്നുള്ളത് വേറെ നിവർത്തില്ല. കാരണം ഇതിൻ്റെ തിയറി മാത്രമേ ഉള്ളൂ സിലബസിൽ. ബേസിക്സ് ഓൺലി എന്ന് പറയുമ്പോൾ തിയറി മാത്രം. അപ്പോൾ ഞാൻ പറയുന്ന എംബഡഡ് C++ എന്നുള്ള ലാംഗ്വേജിനെ കുറിച്ചാണ്. C++ കുറേ ഫെമിലിയർ ടേംസ് നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ ഊപ്സ് എന്ന സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളത് ഊപ്സും എംബഡഡിൽ ഈ മൊഡ്യൂളും കൂടി കമ്പയർ ചെയ്തൊന്ന് പഠിക്കുക. കുറേ ടേംസിൻ്റെ മീനിങ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുക, C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ബേസിക്കലി എംബഡഡ് C++ is a C++ version which make large program development by providing OOP feature using an object. സോ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് എംബഡഡ് C++ൽ കൊണ്ടുവരുന്നുണ്ട്. സോ അഡ്വാൻറ്റേജസ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, കുറേ അഡ്വാൻറ്റേജസ്. സോ നിങ്ങൾ നോക്ക്, ഇവിടെ പറയുന്നുണ്ട് അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ റീയൂസബിലിറ്റി, എക്സ്റ്റെൻഡബിലിറ്റി, പോളിമോർഫിസം, ഫങ്ഷൻ ഓവർ റൈഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇതൊക്കെ എക്സാക്ട്ലി എന്താണ്, ഇതിൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് നോക്കുക. എക്സ്പ്ലനേഷൻ നിങ്ങൾ ഊപ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജാണ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. സോ എങ്ങനെയാണ് എംബഡഡിൽ ക്ലാസ്സസും ഒബ്ജക്റ്റും ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ മെത്തേഡ് ഓവർലോഡിങ് ആൻഡ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസിൽ പറയാനുള്ളത്. സോ അതിൽ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ക്ലാസ്സും ഒബ്ജക്റ്റും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പറയുന്നുണ്ട്. സോ എ ക്ലാസ് ക്യാൻ ഡിറൈവ് ഫ്രം അനദർ ക്ലാസ് ഈസ് കോൾഡ് ഇൻഹെറിറ്റൻസ്. മെത്തേഡ് ഓവർറോളിങ്ങും ഓവർ റൈഡിങ്ങും പറയുന്നുണ്ട്. സോ the method can have same name in the inherited class is called method overloading. Same name as well as same number and type of argument is used is called method overriding. നിങ്ങൾ വായിച്ചു നോക്കുക. ഓപ്പറേറ്റർ ഓവർലോഡിങ് പറയുന്നുണ്ട്. C++ can overloaded like method or function overloading എന്താന്ന് പറയുന്നുണ്ട്. പോളിമോർഫിസം എന്താന്ന് പറയുന്നുണ്ട്. C++ has a class object features. It can extended child classes and can derived from it. A number of child classes can derived from a common class. This feature is called polymorphism. So ഓരോ പ്രോസസ്സിനും ഒരു പാരന്റ് പ്രോസസ്സും ചൈൽഡ് പ്രോസസ്സും ഉണ്ട്. ഈ ചൈൽഡ് പ്രോസസ്സ് നമ്മൾ പാരന്റ് പ്രോസസ്സാണ് ബേസിക്കലി ഡിറൈവ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ആൻഡ് ചൈൽഡ് ക്ലാസ്സസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ നമ്പർ ഓഫ് ചൈൽഡ് ക്ലാസ്സസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ കോമൺ ക്ലാസ്. ഒരു കോമൺ ക്ലാസ്സിൽ നിന്നാണ് ചൈൽഡ് ക്ലാസ്സസ് ഡിറൈവ് ചെയ്യുന്നെങ്കിൽ ഈ പ്രോസസ്സിനെയാണ് പോളിമോർഫിസം എന്ന് പറയുക. നിങ്ങൾ വായിച്ച് നോക്കുക. ഇതിൽ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. മെയിൻ ഡിസഡ്വാൻറ്റേജ്, ദ പ്രോഗ്രാം കോഡ് ബിക്കം ലെങ്തി വെൻ certain features of standard C++ are. കുറേ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഈ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ
ഓട്ടോമാറ്റിക്കലി C++ ലെങ്തി ആവുമെന്ന് പറയുന്നുണ്ട്. ഇതാണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ, നിങ്ങൾ വായിച്ച് നോക്കുക. ഇതുപോലെ എംബഡഡ് ജാവ പറയുന്നുണ്ട്. ജാവയുടെ 10 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ജാവ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. സോ ഇതിൽ പറയുന്നുണ്ട് ഹ്യൂജ് ലൈബ്രറി, പ്രീ ബുക്ക് ക്ലാസ് ഈസ് അവൈലബിൾ എന്ന് പറയുന്നുണ്ട്. പ്ലാറ്റ്ഫോം കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ഇതിലെ കോഡ്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ പോർട്ടബിലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. വേൾഡ് വൈഡ് വെബ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. C++ അറിഞ്ഞവർക്ക് പെട്ടെന്ന് പ്രോഗ്രാം പഠിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 10 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് ജാവയുടെ. അത് മെയിനായിട്ട് ചോദിക്കുന്നതാണ്. എംബഡഡ് ജാവ, അഡ്വാൻറ്റേജസ് ഓഫ് എംബഡഡ് ജാവ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എംബഡഡ് ജാവ എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഞാനിതിന് നീറ്റായിട്ടുള്ള നോട്ട് തരാം. ഈ നോട്ട് വെച്ച് നിങ്ങളിത് പഠിച്ചാൽ മതി കേട്ടോ. താങ്ക് യു.